ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഓൾറെഡി 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ +1 എക്കണോമിക്സിൻ്റെത് ക്രിസ്മസ് എക്സാമിന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, അവയുടെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ മൊത്തം 4 ചോദ്യങ്ങളായിരുന്നു എഴുതാനുണ്ടായിരുന്നത്. നമുക്കിവിടെ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ മൊത്തം 8 മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് 2 അഡ്വാൻറ്റേജസ് ഓഫ് SHGs, അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ SHGസിൻ്റെ 2 അഡ്വാൻറ്റേജ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരങ്ങളിലേക്ക് വരാം. അത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്ത ഭാഗങ്ങൾ തന്നെയാണ്. SHGസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ മൊബിലൈസ് മണി വിത്ത് കോൺട്രിബ്യൂഷൻ ഫ്രം ഈച്ച് മെമ്പർ. Thus, they encourage thrift and savings habit among members. അതായത് മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് സേവിങ് ഹാബിറ്റ്, അതായത് സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാൻ അവരെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുന്നുണ്ട് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അവർ പല ആളുകളിൽ നിന്നും അവരുടെ മെമ്പേഴ്സിൽ നിന്നും ഫണ്ട് അല്ലെങ്കിൽ മണി മൊബിലൈസ് ചെയ്തിട്ട് ഒരുമിച്ച് ചേർത്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചേർത്തിട്ടുള്ള പണം ഇവർ ആവശ്യക്കാർക്ക് ലെൻഡ് ചെയ്യും, അതും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ്, വളരെ നല്ല ഒരു മൈക്രോ ഫൈനാൻസിലേക്കുള്ള നല്ല കാര്യങ്ങളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ എന്താണ് ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതായത് സേവിങ് ഹാബിറ്റ് കൂട്ടുന്നുണ്ട്, ആവശ്യമുള്ള ആളുകൾക്ക് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ലെൻഡിങ് നടത്തുന്നുണ്ട്. ഇതൊക്കെ പറയാം കേട്ടോ നിങ്ങൾക്ക്. ഇതൊക്കെ പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ള എന്തായി മാർക്ക് കിട്ടും. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് 2 ഡിഫറൻസ് ബിറ്റ്വീൻ ബാർ ഡയഗ്രാം ആൻഡ് ഹിസ്റ്റോഗ്രാം. നമ്മൾ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞ ഏരിയയിൽ പഠിച്ചതാണ് ബാർ ഡയഗ്രാമും ഹിസ്റ്റോഗ്രാമും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയാലോ? നിങ്ങൾ എന്തൊക്കെയാണ് എഴുതിയാന്നൊന്ന് നോക്കുക. ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും നന്നായിട്ട് തന്നെ തയ്യാറെടുക്കാം. അപ്പോൾ ബാർ ഡയഗ്രാം ഈ ഒരു ഭാഗത്തും ഹിസ്റ്റോഗ്രാം ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ബാർ ഡയഗ്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റയാണ്. ഹിസ്റ്റോഗ്രാമും ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ തന്നെയാണ്. ഓക്കെ, ദെൻ ബാർ ഡയഗ്രാം യൂസ് ചെയ്യുന്നതും റെക്റ്റാങ്കിൾസ് തന്നെയാണ്, ഹിസ്റ്റോഗ്രാമും റെക്റ്റാങ്കിൾസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബാർ ഡയഗ്രാം ഹൈറ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, ഹിസ്റ്റോഗ്രാം ഹൈറ്റും അതുപോലെ വിഡ്ത്തും എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ബാർ ഡയഗ്രാമിൽ ഡിസ്ക്രീറ്റ് വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും വരുന്നുണ്ട്, എന്നാൽ ഹിസ്റ്റോഗ്രാമിൽ കണ്ടിന്യൂസ് വേരിയബിൾസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ വേറൊരു കാര്യം കൂടിയാണ്, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ബാർ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് മോഡ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്തിട്ട് മോഡ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ഡിഫറൻസുകൾ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കും നിങ്ങൾക്കത് യൂസ്ഫുള്ളായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം, 2 ഡിഫറൻസ് എഴുതിയാൽ മതി കേട്ടോ. ഞാൻ അത്യാവശ്യം എല്ലാ പോയിൻറ്റും പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ 2 ഡിഫറൻസ് എഴുതിയാൽ മതി, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ എളുപ്പമാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് എന്നുള്ള ആസ്പെക്റ്റിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്. നമുക്കറിയാം നമ്പറിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വെയ്റ്റും ഇൻകവും, അതായത് 2ാമത്തെയും 4ാമത്തെയും എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതുപോലെ തന്നെ നാഷണാലിറ്റിയും ജെൻഡറും എന്താണ് ക്വാളിറ്റേറ്റീവ് ആണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവിൽ ഏതൊക്കെയാണ് വരുന്നത്, വെയ്റ്റും ഇൻകവും. ക്വാളിറ്റേറ്റീവിൽ ഏതൊക്കെയാണ് വരുന്നത്, നാഷണാലിറ്റിയും ജെൻഡറും. സിമ്പിൾ അല്ലേ? 2 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് 2 ഗോൾസ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ആദ്യത്തെ ഏരിയയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു WTOനെ കുറിച്ചിട്ട്, ഗാട്ടിന് ശേഷം വന്നത്. അപ്പോൾ എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTOയുടെ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് പറയാം ഒബ്ജക്റ്റീവ്സ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് റേസിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, എൻഷുറിങ് ഫുൾ എംപ്ലോയ്മെൻറ്റ്, എൻഷുറിങ് ഗ്രോത്ത് ഓഫ് റിയൽ ഇൻകം ആൻഡ് ഡിമാൻഡ്, എക്സ്പാൻഡിങ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് എൻവിയോൺമെൻറ്റ്. ഇതെല്ലാം നിങ്ങൾക്ക് പറയാം. ഇത് തന്നെ പറയണമെന്നില്ല, WTOയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ച് ഏത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. വളരെ സിമ്പിളാണ്.
ഇത് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള 2 മാർക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും. ഈ ഒരു സെഷനിലെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് 2 ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ പോവേർട്ടി അലിവിയേഷൻ പ്രോസസ് ഇൻ കേരള. അതായത് കേരളത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് പോവേർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉള്ള 2 ഫാക്ടറുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളിലൂടെ നമുക്ക് പോവേർട്ടി ഇല്ലാതാക്കാൻ പറ്റും, ദാരിദ്ര്യം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം? പോവർട്ടി റിഡക്ഷൻ ക്യാൻ ബി അറ്റൈൻഡ് ബൈ സ്റ്റിമുലേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത് ടു ഇൻക്രീസ് ഇൻകം ആൻഡ് എക്സ്പാൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പുവർ. അണ്ടർടേക്കിംഗ് എക്കണോമിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് ടു എൻഹാൻസ് എഫിഷ്യൻസി ആൻഡ് ഇംപ്രൂവ് ദ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഈ രീതികളിൽ നിങ്ങൾക്ക് ഈ പോയിന്റുകളൊക്കെ പറഞ്ഞാൽ തന്നെ ആ ഫാക്ടറുകളായി. ഓക്കെ, അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും എക്കണോമിക് ഗ്രോത്ത് ആണെങ്കിലൊക്കെ നമുക്കിതിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഏരിയാസ് ആയിരുന്നു നമുക്ക് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. ഒന്ന് നമുക്കിതിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. സ്കിപ്പ് ചെയ്തത് ഏതാണെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ നന്നായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ചാനലും ഈ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു.